ഹലോ ഫ്രണ്ട്സ്, OnePlus 12 6 മന്ത്സ് യൂസർ റിവ്യൂയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രണവ്. നമുക്കപ്പം വീഡിയോയിലേക്ക് കിടാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന OnePlus 12 മൊബൈൽ. ഇത് കഴിഞ്ഞ 6 മാസമായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. ഒരു തരത്തിലുള്ള പ്രശ്നം എനിക്ക് ഈ മൊബൈലിൽ തോന്നിയിട്ടില്ല. മാത്രവുമല്ല, നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് OnePlus 12 നൽകിയിരുന്നത്. എനിക്ക് OnePlus 12 ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഇതിൻ്റെ ഈ യൂസർ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും പറഞ്ഞു ഇത് കളർ വൈസ് ആയി, അതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിനുണ്ട്, ആ ഒരു പഴയ ഒരു സുഖമില്ല, മറ്റേതാണ് മറിച്ചതാണ്. പക്ഷെ ഞാൻ ഉപയോഗിച്ച 6 മാസത്തിനിടയ്ക്ക് എനിക്ക് ഏറ്റവും നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ UI നൽകിയത്. ഇതിൽ കണ്ടിരുന്ന ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഗെയിം കളിക്കുമ്പോൾ ആ ഗെയിം സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ക്ലാഷ് ഓഫ് ക്ലാൻസ് ഞാൻ കളിക്കുന്ന സമയത്ത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റക്കായി അങ്ങ് നിൽക്കുമായിരുന്നു. സ്റ്റക്കായി നിന്ന് കഴിയുമ്പോൾ ഞാൻ അവസാനം സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കുമ്പോഴാണ് അത് പോകുന്നത്. അങ്ങനെ അത് ഞാൻ ഈ ഫോണിൻ്റെ കംപ്ലൈൻറ്റ് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. അത് X200 ഞാൻ എടുക്കുന്നത് വരെ മാത്രമേ എനിക്ക് അത് തോന്നിയിരുന്നുള്ളൂ. X200 എടുത്തതിന് ശേഷം എനിക്ക് X200ലും അതേ കംപ്ലൈൻറ്റ് വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് OnePlusൻ്റെ കുഴപ്പമില്ല, ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ഷോർട്ടായിട്ട് ഇട്ട്. ഞാൻ ഉപയോഗിക്കുന്ന OnePlus 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8GB 256 GBയുടേതാണ്. ഞാൻ വാങ്ങുന്ന സമയത്ത് 40,000, അതായത് 39,990 എന്തോ റേഞ്ചിലാണ് ഞാൻ അത് വാങ്ങുന്നത് ആമസോണിൽ നിന്ന്. ആ സമയം തൊട്ട് ആ 40,000 രൂപ ആ ഫോൺ വാങ്ങിച്ചതിൻ്റെ ഫീൽ എനിക്ക് ആ മൊബൈൽ ഉപയോഗിച്ചപ്പം കിട്ടുകയുണ്ടായി. അതായത് 1.5K ഡിസ്പ്ലേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഷിയോമി ഫോണിനെ പോലെയല്ല. ഷിയോമി ഫോണിനൊക്കെ ഒരു മാതിരി മഞ്ഞ ടോണുണ്ട്, അതെനിക്ക് ഒരുപാട് ഇഷ്ടമല്ല. അത് കാരണമാണ് എനിക്ക് OnePlus കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ കാരണം. 40,000 രൂപ കൊടുത്ത് വാങ്ങിച്ച OnePlus കിട്ടിയ ഫീലിങ്സ് പക്ഷേ എനിക്ക് X200 66,000 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് പോലും എനിക്ക് കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ അത് ചൈന ഫോണിൻ്റെ ഒരു ഫീലിങ്സ് ആണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അതിൻ്റെ ക്യാമറയൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു രക്ഷയില്ല. OnePlus അതിൻ്റെ അടുത്തൊന്നും വരത്തുമില്ല. അത് മാത്രമല്ലാതെ വേറെ ഒരു രീതിയിലും OnePlusൻ്റെ UI തരുന്ന ഫീലിങ്സോ ഒന്നും നമുക്ക് ആ X200 കിട്ടത്തില്ല. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രീമിയം ഫോണാണെന്നുള്ള ഒരു ഫീലിങ്സ് നമുക്ക് കിട്ടുന്നത് എനിക്ക് OnePlus, ഐഫോണ്, സാംസങ് അങ്ങനെയുള്ള ഫോൺ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഫീലിങ്സ് കിട്ടുന്നത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ളൊരു സംസാരത്തിൻ്റെ ലാഗ് നിങ്ങൾക്ക് മനസ്സിലാകും. അത് ക്ഷമിക്കുമെന്ന് കരുതുന്നു. 2025 OnePlus 12 എടുക്കുന്നത് നഷ്ടമാണോ ലാഭമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലാഭമായിരിക്കും. പക്ഷെ അത് ഫ്രഷ് എടുക്കുന്നതിനെക്കാട്ടി സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ആ ലാഭം ഫീൽ ചെയ്യാൻ പറ്റും. കാരണം 25-30 റേഞ്ച് ഉണ്ടെങ്കിൽ OLX തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പ്രീമിയം ഫോൺ ഉപയോഗിക്കുന്ന ഫീലിങ്സ് കിട്ടുകയും ചെയ്യും. AI തുടങ്ങിയുള്ള ഫീച്ചേഴ്സ് അനുഭവിക്കാനും സാധിക്കും. 25-30 നിങ്ങളുടെ ബഡ്ജറ്റ്. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് 25-30 റേഞ്ച് കിട്ടാൻ പോകുന്നത് ഏകദേശം ഒരു ചൈന ഫോൺ തന്നെ ആയിരിക്കും. അതിൽ ഒരിക്കലും എത്രയെല്ലാം അതിൽ IP69 തുടങ്ങി എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടിയും OnePlus നൽകുന്ന ആ ഓക്സിജൻ വോയിസ് നൽകുന്ന ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് കിട്ടുകയില്ല. അത് കിട്ടണമെങ്കിൽ നമുക്ക് OnePlus തന്നെ ഉപയോഗിച്ചാൽ ആ ഒരു ഫീലിങ്സ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. OnePlus ഒരു ചൈന ഫോൺ അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ചൈന ഫോൺ തന്നെയാണ്. പക്ഷേ നമുക്കത് ഫീൽ ചെയ്യില്ലെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞു വരുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കും ഇത് ചൈന ഫോണാണെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ എന്ന് കരുതിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിച്ചേക്കാം. അതല്ല, ഞാൻ ഫീലിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഒരു ചൈന ഫോൺ ഉപയോഗിക്കുന്ന ഫീലിങ്സ് നമുക്ക് മറ്റു ഫോൺ ഉപയോഗിക്കുമ്പോൾ കിട്ടുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ OnePlus 12 ഉപയോഗിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇതിന് മുമ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഷിയോമിയുടെ തന്നെ 11i 5G ആയിരുന്നു. ആ മൊബൈലിന് കാലപ്പഴക്കം വന്നതിന് ശേഷമാണ് ഞാൻ ഈ OnePlus 12 പോകുന്നത്. പക്ഷേ ആ സമയത്തും എൻ്റെ ഉള്ളിൽ അങ്ങനെ OnePlusനും ഈ ഷിയോമിക്കും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് തോന്നുമായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മിക്ക ഫോണുകളും വിവോ ആയാലും ഷിയോമി ആയാലും എല്ലാം ഒരേ രീതിയിലാണ് എനിക്കത് കാണാൻ സാധിച്ചത്. പക്ഷേ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ തന്നത് OnePlus തന്നെയാണ്. ഞാൻ മൊബൈൽ എടുക്കാൻ പോകുന്നതിന് മുമ്പ് യൂട്യൂബ് വീഡിയോസ് കൂടുതലും കണ്ടതിന് ശേഷമാണ് ഞാനും ഒരു തീരുമാനം എടുക്കാറുള്ളത്. അപ്പോഴാണ് ഷസാം തുടങ്ങിയ ആൾക്കാരെല്ലാം ഇതിൻ്റെ ഓക്സിജൻ വോയിസിൻ്റെ ആ ഒരു ഫീലിങ്സിനെ കുറിച്ച് മറ്റുമെല്ലാം കൂടുതൽ സംസാരിക്കുന്നത് കേട്ടാണ് ഞാൻ ഈ OnePlus 12 എടുക്കാൻ പോകുന്നത്. OnePlus 12 എടുത്തതിന് ശേഷമാണ് എനിക്ക് ആ OnePlus 12 എടുത്തതിൽ എനിക്കൊരു നഷ്ടവും വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അത് മാത്രമല്ല, ഷിയോമിയും വിവോയൊന്നും നമുക്ക് തന്നുകൊണ്ടിരുന്നത്
ഇത് ചൈന ഫോണിന്റെ ഫീലിങ്സ് ആണെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് OnePlus 12R എടുത്തതിന് ശേഷം. OnePlus 12Rന്റെ ഓവർ ഡീറ്റെയിൽസ് ഞാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിലും അവർ എല്ലാം ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ റിവ്യൂവേഴ്സും പറയുന്നുണ്ട്. പിന്നെ ഞാനും കൂടി വന്നിരുന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ ഇങ്ങനൊരു ചാനൽ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പ്രതിപാദിക്കാത്തത്. നമുക്കറിയേണ്ടത് ഫോൺ എടുത്തു കഴിഞ്ഞാൽ കൊള്ളാമോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു റിവ്യൂവറിനെ നോക്കിയായിരിക്കും നിങ്ങൾ ഈ ചാനൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും OnePlus 12R എടുത്തതിൽ ഫുൾ സാറ്റിസ്ഫൈഡ് ആണ്. മറ്റൊരാൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാനും അത് തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു OnePlus 12R സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോകുന്ന ഒരാളായിരിക്കും മിക്കവാറും ഈ വീഡിയോ കാണുന്നത്. അവർക്കൊരു സഹായമാകട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. OnePlus 12R ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തുകയില്ല എന്നുള്ളത് എൻ്റെ ഗ്യാരണ്ടിയാണ്. കാരണം ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് അത്രയും ശക്തമായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഗെയിം കളിക്കാനായാലും ശരി, നിങ്ങൾക്ക് ക്യാമറ യൂസ് ആയാലും ശരി, ഒരു ശരാശരി യൂസ് ഇതിലെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ OnePlus 12R എടുക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് OnePlus 12Rനെ കുറിച്ച് പറയാനുള്ളത്. ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.